ഹലോ ആൾ ആൻഡ് വെൽക്കം ടു കരിയർ ടോക്സ് വിത്ത് അബോധ. അപ്പം ഇന്നത്തെ കരിയർ ടോക്സിൽ നമ്മോടൊപ്പം ഉള്ളത് വിഷ്ണു ആണ്. വിഷ്ണു, വെൽക്കം ടു കരിയർ ടോക്സ് വിത്ത് അബോധ. താങ്ക് യു സർ. ഓക്കെ, വിഷ്ണുവിന്റെ സ്ഥലം എവിടെയാണ്? കണ്ണൂര്. കണ്ണൂരാണ്. ഓക്കെ, കണ്ണൂർ ഇരിട്ടിന്ന്. ഓക്കെ. അപ്പം ഏത് കോഴ്സാ അബോധയിൽ ചെയ്തിരുന്നേ? പൈത്തൺ ആൻഡ് ജാങ്കോ. പൈത്തൺ ആൻഡ് ജാങ്കോ. ഓക്കെ. അപ്പം ഇപ്പൊ എന്താ ചെയ്യുന്നേ? ഇപ്പോ കാലിക്കറ്റ് കിൻഫ്ര പാർക്കില് ഓഡോ ഡെവലപ്പർ ട്രെയിനി ആയിട്ട് കിട്ടിയിട്ടുണ്ട് സെലക്ഷൻ. ഓക്കെ, കിൻഫ്രയിലാണ്. കമ്പനിയുടെ പേരൊന്ന് പറയാമോ? സൈബ്രോസിസ്. ഓക്കെ. വർക്ക് ഫ്രം ഓഫീസ് ആണോ? വർക്ക് ഫ്രം ഓഫീസ് അല്ലേ? അതെ. ഓക്കെ, വർക്കറ്റ് ഓഫീസാണ്. ഓക്കെ. അപ്പം അബോധയിലേക്ക് വന്ന ജേണി ഒന്ന് പറയാമോ? എങ്ങനെയാണ് അബോധയിൽ വന്നത്? അബോധയെ പറ്റി എങ്ങനെ അറിഞ്ഞ്? ആരെങ്കിലും റെക്കമെൻഡ് ചെയ്യായിരുന്നോ? അബോധയെ കുറിച്ച് എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞുതരാം. അവനെ ഒരു കോള് വന്ന് ഡീറ്റെയിൽസ് പറഞ്ഞിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇതിലോട്ട് എത്തിപ്പെട്ടത്. ഓക്കെ. അപ്പൊ കോഴ്സ് പൈത്തൺ ആൻഡ് ജാങ്കോ ആയിരുന്നല്ലേ? അതെ. ഓക്കെ, അബോധയിലെ പൈത്തൺ ആൻഡ് ജാങ്കോ എന്ന കോഴ്സ് എങ്ങനെ ഉണ്ടായിരുന്നു? റെക്കോർഡഡ് കോഴ്സ് ആയിരുന്നെങ്കിലും വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും വൈകുന്നേരം 9 മണിക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള സെക്ഷൻ ഉണ്ടായിരുന്നു. വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ലൈവ് സെഷൻസ് എല്ലാം കറക്റ്റ് അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു? അതെ. ഓക്കെ. വിഷ്ണു, ജാപ്പ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു? ഉണ്ട്, അറ്റൻഡ് ചെയ്തിരുന്നു. ഇത് കഴിഞ്ഞ അറ്റൻഡ് ചെയ്തിരുന്നു. എത്ര തവണ അറ്റൻഡ് ചെയ്തായിരുന്നു? ഒരു 6 or 7 ഉണ്ടാവുള്ളൂ. അന്നേരം തന്നെ ഏകദേശം ഇവിടെ സെലക്ടഡ് ആയി. പ്ലേസ്മെന്റ് കിട്ടി. അതെ. അപ്പൊ അബോധയിലെ പ്ലേസ്മെന്റ്സ് എല്ലാം നല്ല രീതിയിൽ അസിസ്റ്റ് ചെയ്തായിരുന്നു? നല്ല രീതിയിൽ അസിസ്റ്റ് ചെയ്തായിരുന്നു. കറക്റ്റ് ആയിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ഫോളോ അപ്പ് ഒക്കെ കിട്ടിയിരുന്നു. ഓക്കെ. അപ്പം വിഷ്ണു ആദ്യം കേട്ട് കാണും ഈ കോഴ്സ് എടുക്കുന്ന ടൈമിൽ, അല്ലെ അബോധയെ പറ്റി കേട്ട ടൈമിൽ 2800 എന്നൊരു ടാഗ് ലൈൻ, ഒരു ഫീ സ്ട്രക്ചർ, പേ ആഫ്റ്റർ പ്ലേസ്മെന്റ് എന്നൊരു ടാഗ് ലൈൻ കേട്ട് കാണും. ഓക്കെ, അപ്പൊ 2800 ഈ കോഴ്സ് അബോധയിൽ ചെയ്ത വെർത്ത് ആയിരിക്കും തോന്നിയിരുന്നു ആ ടൈമിൽ? 2800 അല്ലേ ഉള്ളൂ. ഈ കോഴ്സ് അത്രമാത്രം ക്വാളിറ്റി കാണുമെന്ന് തോന്നിയിരുന്നു? ഞാൻ പുറത്ത് ഇതേ കോഴ്സിനെ കുറിച്ച് അന്വേഷിച്ചപ്പോ 30-35 പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു എമൗണ്ടിന് ഞാൻ പ്രതീക്ഷിച്ചതിലും ക്വാളിറ്റി സപ്പോർട്ടും കിട്ടിയിട്ടുണ്ട് അബോധയിൽ നിന്ന്. അപ്പം അബോധയെ ചൂസ് ചെയ്തിരിക്കുന്ന ഒരുപാട് ന്യൂ കമേഴ്സ് ഉണ്ട്. പൈത്തൺ ആൻഡ് ജാങ്കോ പഠിക്കാൻ അബോധയെ ചൂസ് ചെയ്യാനിരിക്കുന്ന ഒരുപാട് ന്യൂ കമേഴ്സ് ഉണ്ട്. ഓക്കെ, അവരോട് എന്താണ് പറയാനുള്ളത്? അവർക്ക് വേണ്ടി അബോധ റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ? കോഴ്സ് കാരണം നമ്മൾ വേറെ എന്തെങ്കിലും വർക്കൊക്കെ ചെയ്യുവാണെങ്കിലും ഇത് കൃത്യമായ പ്രീ റെക്കോർഡഡ് കോഴ്സുകളായതുകൊണ്ട് നമുക്ക് എപ്പോ വേണമെങ്കിലും അറ്റൻഡ് ചെയ്യാം. നമുക്ക് സൗകര്യമുള്ളപ്പോൾ രാത്രിയിലും. അപ്പോൾ വേറൊരു ജോബ് ചെയ്യുന്നുണ്ട്, അതിൽ നിന്ന് ക്വിറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഫീസ് ആണെങ്കിലും ഈ പറയുന്ന പോലെ ജോബ് ഇനി കഴിഞ്ഞ ശേഷം മാത്രമാണ്. അപ്പോൾ വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണെന്നാണ്. അപ്പം വിഷ്ണു ക്ലാസ് ഒക്കെ എപ്പോഴാണ് കംപ്ലീറ്റ് ചെയ്തത്? 3 months കൊണ്ട് കംപ്ലീറ്റ് ചെയ്തത്? അതോ 3 months കൂടുതൽ എടുത്തോ? 3 months കൊണ്ട്. ഓക്കെ. അപ്പം വിഷ്ണു ഇത്രയൊരു ടൈം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിൽ ഒരു വലിയ താങ്ക്സ് ഉണ്ട്. ഓക്കെ, വിഷ്ണു ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ ആൻഡ് താങ്ക് യു ഫോർ ജോയിനിങ് ഇൻ കരിയർ ടോക്സ്. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു. സെമിനാർ ഫിലിം അക്കാഡമി എന്ന് പറഞ്ഞ ഒരു അക്കാഡമിയിലാണ്. എനിക്ക് SBI ക്യാപ്പിലാണ് ജോലി റെഡി ആയിരിക്കുന്നത്. മൈത്ര കമ്മ്യൂണിറ്റീസ്.